Okay. Good morning. So, ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇവിടെ എത്തിയല്ലേ? എന്താ എത്തിയ ഹാദിയ? ആര് പറയും? ഓക്കെ, ഹാദിയ എന്നെ കൈവക്കുന്നുണ്ട്. ഹാദിയ, എവിടെ എത്തി നമ്മള്? ഓക്കെ, തെങ്ങ് അല്ലേ? നമുക്ക് തെങ്ങ് ഒരു കൽപ്പവൃക്ഷാണ് അല്ലേ? തെങ്ങ് ആഗ്രഹം നിവർത്തിക്കാൻ കൽപ്പുള്ള വൃക്ഷത്തെയാണ് എന്ത് പറയുന്നത്? കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചാണ് അല്ലേ? കേരം എന്ന് പറഞ്ഞ തെങ്ങ് എന്നാണ് അർത്ഥം. അപ്പൊ കേരങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടേത് അല്ലേ? കേരളം എന്ന പേര് വന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മള് തെങ്ങിനെ കുറിച്ച് പാട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഇതിന് മുമ്പ് നമ്മള് ഫസ്റ്റ് പേജിൽ അതായിരുന്നു പഠിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തെങ്ങിനെ പറ്റി ഒരുപാട് അറിയാം ഇപ്പൊ അല്ലെ? അപ്പൊ തെങ്ങ്, മാങ്ങ, തേങ്ങ, അങ്ങ്, ഇങ്ങ് ഇത്രയും നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കേ. അപ്പോ നെക്സ്റ്റ് പൊങ്ങി പൊങ്ങി എന്നാണ് അല്ലേ എഴുതേണ്ടത് നമുക്ക്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പെൻസിൽ, റൈറ്റ്. എഴുതിയേ, എല്ലാവരും എഴുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ എഴുതുക? പൊങ്ങി പൊങ്ങി. കുറച്ച് പണിയുണ്ടല്ലേ, അത് നോക്കി താഴെ എഴുതിയേ. പൊങ്ങി പൊങ്ങി. എല്ലാവരും എഴുതിയേ. ഓക്കേ, പൊങ്ങി പൊങ്ങി അല്ലെ? അതുപോലെ എഴുതണം, വായിക്കുകയും വേണം. സേ ആൻഡ് റൈറ്റ് പറഞ്ഞോണ്ട് എഴുതി എല്ലാവരും. പൊങ്ങി പൊങ്ങി എഴുതിയോ? അശ്വിനി എഴുതുന്നില്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്. എഴുതിട്ട് പൊങ്ങി പൊങ്ങി. എല്ലാവരും എഴുതിയോ പൊങ്ങി പൊങ്ങിന്ന്? അതേപോലെ ഓക്കെ, ഗുഡ്. അതേപോലെ നോക്കി താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? താങ്ങി താങ്ങി അല്ലേ? താങ്ങി താങ്ങി. നെക്സ്റ്റ് റയാൻ വന്നിട്ടുണ്ട് അല്ലെ? താങ്ങി താങ്ങി എഴുതിയോ? എന്തേ റിച്ചാർഡേ? ഫിനിഷ്. അപ്പൊ താങ്ങി താങ്ങിന്ന് നോക്കി താഴെ എഴുതുക. പൊങ്ങി പൊങ്ങി, താങ്ങി താങ്ങി. എഴുതിയോ എല്ലാവരും? വിഷമമുണ്ടോ എല്ലാവർക്കും എഴുതാൻ? നമ്മൾ ഇങ്ങ പഠിച്ചാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങ എങ്ങനെ എഴുതുന്ന പഠിച്ചാണ്. അതുപോലെ നമുക്ക് ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? അലൻ എഴുതി, എല്ലാവരും എഴുതി അല്ലേ? പൊങ്ങി പൊങ്ങി, താങ്ങി താങ്ങി അല്ലേ? പിന്നെന്താ പറയണ്ടേ? വായിക്കാൻ എന്താ ഉള്ളത്? ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, പിന്നെയോ നാം, നമ്മൾ. അത്രയും ഉണ്ട് അല്ലെ താഴെ? എന്തൊക്കെയുള്ളത്? ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, നാം, നമ്മൾ അല്ലേ? അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞാലോ കുറെ പേരുണ്ടല്ലേ? നിങ്ങൾ എപ്പോ എല്ലാവരും കൂടി എന്ത് പറയണം? ഞങ്ങൾ എന്ന് പറയണം അല്ലെ? അല്ലെങ്കിൽ എന്താ പറയണ്ടേ? ഞാൻ. ഇപ്പൊ ഒരാളിപ്പം ആര് പറയാ? റസീന പറയുന്നെങ്കിൽ റസീൻ ഒറ്റക്ക് പറയുമ്പോ എന്ത് പറയും? ഞാൻ അല്ലെ? നമ്മൾ എല്ലാവരും എങ്ങനെയാ പറയാ? ഞങ്ങൾ അല്ലേ? ഞങ്ങൾ എന്ന് പറയും. അതുപോലെ ഒരാൾ എന്ത് പറയും? നീ അല്ലെ? നിങ്ങളുടെ ഒരാൾ ഇപ്പൊ അപ്പുറമുള്ള ആൾ എന്ത് പറയും? നീ. ഒന്നിച്ചുണ്ടാവുമ്പോ എന്താ പറയാ? നിങ്ങൾ. നിങ്ങൾ എല്ലാവരും എന്ന് പറയും അല്ലെ? പിന്നെ അത് മാത്രല്ല, നമ്മൾ നിങ്ങൾ എന്ന് വിളിക്കുമ്പോ ഒരു ബഹുമാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? നീ എന്ന് വിളിക്കുന്നതിന് എത്രയോ ബെറ്റർ ആണ് അല്ലെ നിങ്ങൾ എന്ന് പറഞ്ഞ. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നീ, നിങ്ങൾ. നിങ്ങൾ എന്ന് പറയുമ്പോ പ്ലൂറൽ ഫോം ആണ്. കുറെ ആളുടെയാണ് എന്ത് പറയാ? നിങ്ങൾ. ഞാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, നാം, നമ്മൾ അല്ലേ? ഓക്കെ. വിളിച്ചാട് പറഞ്ഞു പഠിക്കണം അവിടുന്ന്.
നാം, നമ്മൾ അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അപ്പോ ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, നാം, നമ്മൾ അല്ലേ? അപ്പോ എന്താണ് സർവനാമങ്ങളിലെ ബഹുവചനങ്ങൾ കണ്ടെത്തുന്നതിന് അല്ലെ വായിക്കാമെന്ന നിർദ്ദേശത്തോടെ നൽകപ്പെട്ട പ്രവർത്തനം. വായനയ്ക്ക് ശേഷം നമുക്ക് കളിയാം. ഒരു കുട്ടി ഞാൻ എന്ന് പറയും, കുറെ കുട്ടികൾ എന്നാ പറയുക അവനോടൊപ്പം ചേർന്ന്. ഒരു കുട്ടിയാകുമ്പോ എന്ത് പറയും? ഞാൻ എന്ന് പറയും. അപ്പോ എല്ലാരും കൂടി എന്ത് പറയും? ഞങ്ങൾ എന്ന് പറയും അല്ലെ? നിങ്ങളിപ്പോ എല്ലാവരും ക്ലാസ്സിലാണെങ്കിൽ ഒരാള് മാത്രം എഴുന്നേറ്റാ ഞാനായി. അപ്പൊ എല്ലാവരും എഴുതുമ്പോ ഞങ്ങൾ എല്ലാവരും എന്ന് പറയും അല്ലെ? നിങ്ങളെല്ലാം. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയും, ഒരാള് പാടാൻ പറഞ്ഞാൽ നീ അല്ലെ? നിങ്ങൾ. ഒരാള് പാടുവാണ്. പിന്നെയോ നിങ്ങൾ എല്ലാവരും പാടാൻ പറയൂ അല്ലെ? അപ്പൊ എല്ലാവരും അർത്ഥം വരും. പിന്നെന്താണ്? പിന്നെ നിങ്ങളിന്ന് നമ്മളിപ്പം നമ്മ വലിയ മുതിർന്നവരെയൊക്കെ നീ എന്നൊക്കെ വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? നിങ്ങൾ എന്ന് വിളിക്കും അല്ലെ? ഒരു ബഹുമാനത്തിന് വേണ്ടി എന്ത് വിളിക്കണം നമ്മള്? നിങ്ങൾ അല്ലെ? നീ എന്ന് വിളിക്കുന്നത് എന്തോ ഒരു മോശമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ന് വിളിക്കും അല്ലെ? പിന്നെയോ അപ്പൊ നീ, നിങ്ങൾ, ഞാൻ, ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്ന പദം ബഹുവചനത്തെ മാത്രല്ല, കുറെ പേരുള്ളതിന് മാത്രല്ല നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ? ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ നിങ്ങൾ എന്ന സംബോധന ചെയ്യും അല്ലെ? നിങ്ങൾ എന്ന് ബഹുവചനം മാത്രല്ല, ഒരു ബഹുമാനത്തെ സൂചിപ്പിക്കാൻ കൂടി നമ്മളെ ഒരു മുതിർന്നവരെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലെ? നീ എന്നൊന്നും വിളിച്ചൂടാ അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിങ്ങൾ എന്ന സംബോധന ചെയ്യും അല്ലെ? പിന്നെയോ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലെ നിങ്ങൾ, നീ, നാം, ഞങ്ങൾ അല്ലെ? അപ്പൊ നമുക്ക് അത്രപ്പരി ആയി കഴിഞ്ഞാല് ആ ഒരു പാഠം കഴിയും. അപ്പൊ എല്ലാവരും എഴുതാൻ പഠിച്ചോ? അത് വായിക്കാനും എഴുതാനും പഠിച്ചോ എല്ലാവരും? താഴെ എഴുതിയോ? ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആണോ ഇപ്പം എല്ലാവർക്കും? ഓക്കെ. ജോവിനാണ്, ജോയെല്ലാം കൈ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? നല്ല കുട്ടികളെ. അപ്പോ നമുക്ക് ഇതുവരെയുള്ളത് ഒന്നുകൂടി പറയാം. നിങ്ങൾ മറന്നുപോയോ നോക്കണ്ടേ മിസ്സിനെ? അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. എന്താ? നമ്മൾ ആദ്യത്തെ പാഠം 1 കേരളം അല്ലെ? നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? കേരളത്തിനെ പറ്റി പഠിച്ചു അല്ലെ? എന്താ? കേരളത്തിന്റെ ചിത്രമൊക്കെ കണ്ടു. നമ്മളതില് കുറെ തെങ്ങുകളുണ്ട്, വീടുകളുണ്ട്, പശുക്കൾ, അതെല്ലാം ഉണ്ട് അല്ലെ നമ്മുടെ ചിത്രത്തില്? അപ്പൊ എന്താണ് ആദ്യത്തെ പാട്ട്? ആദ്യത്തെ പാട്ട് ആരാ ഇന്ന് പാടുന്നതൊന്ന്? റിച്ചാർഡാ? അലനും കൈപൊക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ എയ്ബൽ മാത്യു ഉണ്ട്. അപ്പൊ പ്ലീസ് അൺമ്യൂട്ട് റിച്ചാർഡ്. അല്ല, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിഴങ്ങളിൽ മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ള ഒരു നാലുകാലപ്പുരയുണ്ട്. ഓക്കെ, സൂപ്പർ അല്ലെ? ആദ്യത്തെ പാട്ട് എന്താ അലൻ? അലനി ഒന്ന് പാടണോ അല്ലെ? പ്ലീസ് അൺമ്യൂട്ട് അലൻ. അൺമ്യൂട്ട് ചെയ്തേ അലൻ. പാടിക്കോ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളിയിടങ്ങളിൽ മണ്ണുണ്ട്, നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് അല്ലേ? നല്ല പാട്ടല്ലേ? ആദ്യ കൈവെക്കുന്ന കൊറേ പേര് കൈവെക്കുന്നുണ്ട്. ഇപ്പൊ ഏബലിനെ ഒന്ന് പാടണോ നോക്കട്ടെ? പ്ലീസ് അൺമ്യൂട്ട് ഏബൽ. ഏബൽ അൺമ്യൂട്ട് ചെയ്താ മോനെ. ഏബൽ മാത്യു. നാളികേരത്തിൽ നല്ല രീതിയിൽ പാടിയേ. നാഴിയിടങ്ങഴി മണ്ണുണ്ട് അല്ലേ? സാവിയൊക്കെ പാടണുള്ളൂ. ആദ്യം ഇവിടെ കൈപൊക്കി നിൽക്കുന്നുണ്ട്. പ്ലീസ് അൺമ്യൂട്ട് സാവിയോ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട്. ഓക്കെ, നെക്സ്റ്റ് താഴെ എന്താ ഉള്ളത്? മധുരം മധുരം മലയാളം.
അപ്പൊ ഇവിടെ അമൃതയുണ്ട് പാടാൻ. പ്ലീസ് അൺമ്യൂട്ട് അമൃത. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു മണ്ണുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മലയാളം. ഓക്കെ, മധുരം മധുരം മലയാളം. പ്ലീസ് അൺമ്യൂട്ട് ഹാദിയ. കുട്ടിയുണ്ട് ഇവിടെ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളിടങ്ങഴി മണ്ണുണ്ട്. മധുരം മധുരം മലയാളം. ഓക്കെ, സൂപ്പർ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ് അല്ലേ? അൻവിതേനെ ഒന്ന് പാടിപ്പിക്കട്ടെ. പ്ലീസ് അൺമ്യൂട്ട് അൻവിത. നാളികേരത്തിന് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അല്ലേ? മധുരം മധുരം മലയാളം. ഓക്കെ, സൂപ്പർ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? പാട്ട് നല്ലപോലെ അറിയാം. എല്ലാരും കൈബുക്കാണ് ഇപ്പൊ അല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് ആരുടേതാണെന്ന് അറിയോ നിങ്ങൾക്ക്? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു തുടങ്ങുന്ന ഗാനം ആരുടേതാണ്? 1970. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളെ കുഞ്ഞു മക്കളല്ലേ അല്ലേ? എന്നാലും മിസ് ഒന്ന് പറഞ്ഞുതരാം. 1970 പുറത്തിറങ്ങിയ തുറക്കാത്ത വാതിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി അല്ലെ പി ഭാസ്കരൻ എഴുതിയതാണ് ഈ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന കവിത. ആരെഴുതിയാണ്? പി ഭാസ്കരൻ എന്ന അല്ലെ? പി ഭാസ്കരൻ എഴുതിയതാണ് ഈ പാട്ട് അല്ലെ, ഈ കവിത. പിന്നെയോ യേശുദാസാണ് ഇത് ആലപിച്ചത്. യേശുദാസിനെ അറിയോ നിങ്ങൾക്ക്? പാട്ടുകാരൻ യേശുദാസാണ് അത് സിനിമയ്ക്ക് വേണ്ടി ആലപിച്ചത് അല്ലേ? ഓക്കെ, ഈ പാട്ട് നല്ലൊരു പാട്ടാണ് അല്ലേ? അത് ഇത് കഴിഞ്ഞിട്ട് എടുക്കും. ഓക്കെ, ഇനി അടുത്തേത് വള്ളം. ഓക്കെ, വള്ളം പാടാൻ റെഡിയായി നിൽക്കാണ് ഹാദിയ അല്ലേ? ഹാദിയ, എല്ലാരും ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇഷിക്കൊക്കെ പാടണം. ഇഷിക. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതൈ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓക്കെ, സൂപ്പർ. നല്ലൊരു പാട്ടല്ലേ? ഇനി ആർക്കാ പാടേണ്ടത്? ഇനി ഇതുവരെ പാടാത്താണെന്ന് പാടിയേ. പാടാത്ത ആൾക്കാർക്ക് ഇനി ആരാ പാടണ്ടേ? ജോവിന് പാടണം അല്ലെ? ജോവിനോ ജോയിലോ ആർക്കോ ഒരാൾക്ക് പാടാൻ. പാടിയേ. പ്ലീസ് അൺമ്യൂട്ട് മോനെ. പാടിയേ. കൊച്ചു പെണ്ണെ കുയിലാണ് കുട്ടനാടൻ മുതല്. കേൾക്കുന്നില്ല. വേണം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആയിരിക്കാ പാടണ്ടേ? കൊറേ പേരുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ, പാടാതിരിക്കുന്നുണ്ട്. ആരാ നോക്കട്ടെ? റസീന് പാടണം, കൈ പൊക്കുന്നുണ്ട്. പ്ലീസ് അൺമ്യൂട്ട് റസീൻ. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. സൂപ്പർ. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആളല്ലേ?
പാടിയൊരു കുറെ കൈ വെക്കുന്ന ആളുണ്ട്. മുഹമ്മദ് ആബീസ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതിന്റെ ഇടയില്? ആബീസേ നെക്സ്റ്റ് ആരാ? കൈ ഫാത്തിമ ജുമാനൊക്കെ പാടണോ? ജുമാന പ്ലീസ് അൺമ്യൂട്ട്. പാടിയേ ജുമാന. അൺമ്യൂട്ട് ചെയ്തിട്ടില്ലടി. ജുമാന പ്ലീസ് അൺമ്യൂട്ട്. ഇത് നാല് ഓക്കെ പാട്. പെണ്ണെ കുയിലാളെ കുഴൽ വേണം കുരവ വേണം ആയുഷേ പാടുന്നൊന്നുമില്ല. ആയുഷേ എല്ലാവർക്കും ഈ പാട്ടറിയാലേ? റയാനെ ഇതൊക്കെ അറിയാം. എല്ലാവർക്കും ഈ പാട്ട് പാടാൻ അറിയാലേ? നെക്സ്റ്റ് എന്താ? അതില് നമുക്ക് എന്തൊക്കെ വായിക്കാനുണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താ? അപ്പൊ അത് വള്ളം. കുട്ടനാടൻ പുഞ്ചയിലെ നിങ്ങൾക്കറിയാം. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതെയ്തോ കൊച്ചു പെണ്ണെ കുഴിയിലാളെ തിത്തൈ തകതെയ്തോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതെയ്തോ അല്ലേ? ഓക്കെ. എന്തോ പിള്ള വള്ളി മുള്ളി അല്ലേ? പിന്നെന്താ വായിച്ച നമ്മള്? അമ്മ അച്ഛൻ അവൾ അവൻ പെണ്ണ് ആണ്. ഓക്കെ, പെണ്ണ് ആണ്. നെക്സ്റ്റ് എന്താണ്? നെല്ല് അല്ലേ? നെല്ല്. നെല്ല് വായിച്ചേ മാധവേ. ഒന്ന് വായിച്ചാ മാധവേ. ചോറാവും. ഓക്കെ, ഞാറായാൽ ചോറായി. നെക്സ്റ്റ് മുല്ല. മുല്ല കല്ല് പല്ലി ചെല്ലം. കല്ല് ചെല്ലം അല്ലേ? അത്രയും നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? തെങ്ങ് അല്ലേ? തെങ്ങൊന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ആദിത്തെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആദിത്തെ പ്ലീസ് അൺമ്യൂട്ട്. ആദിത് വായിച്ചത് തെങ്ങ്. തെങ്ങ്. വായിച്ചേ. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം. പിന്നെയോ മാങ്ങ. ഓക്കെ, മാങ്ങ തേങ്ങ അങ്ങ് ഇങ്ങ് ഇല്ലേ നിത്ത? വായിക്കാൻ അറിയാലോ? ഓക്കെ. പിന്നെന്താ? പൊങ്ങി പൊങ്ങി താങ്ങി താങ്ങി. പൊങ്ങി പൊങ്ങി താങ്ങി താങ്ങി. വായിക്കണേ മിസ്സിന്റെ കൂടെ എല്ലാവരും. പൊങ്ങി പൊങ്ങി താങ്ങി താങ്ങി.
നെക്സ്റ്റ് എന്താ? ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, നാം, നമ്മൾ എല്ലാം എഴുതാൻ പഠിച്ചു എല്ലാവരും. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ തെങ്ങ്, മാങ്ങ അല്ലെ, അങ്ങനെ രണ്ടെണ്ണം, ചില കുട്ടികൾ 3 എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നിങ്ങൾ ഇന്നൊരു 3 വേർഡ് 2 ലൈൻ ബുക്കിൽ എഴുതണം, ഹോംവർക്ക് ആയിട്ട് കേട്ടോ. പിന്നെന്താണ്, നമ്മുടെ അക്ഷരദീപം ബുക്കില്ലേ, അതില് ഒരു കുറച്ച് പകുതി കേട്ടോ, കുറച്ച് എഴുതിയാൽ മതി. അതും ഇന്ന് ഹോംവർക്ക് ആയിട്ടുണ്ട്. അത് ഇന്ന് അറിയാലോ. ഇപ്പം നേരത്തെ എഴുതി പോസ്റ്റ് ചെയ്യണേ. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് അല്ലേ. നെക്സ്റ്റ് പാഠം 2. നമുക്ക് ഇതിന്റെ ഒരു ഡിക്റ്റേഷൻ ഉണ്ട്. അത് എപ്പോഴുണ്ട്? അടുത്ത ക്ലാസ്സിൽ ഒരു ഡിക്റ്റേഷൻ ഉണ്ടാവേ. ഫസ്റ്റ് പാഠത്തിന്റെ ഒരു ഡിക്റ്റേഷൻ. അതായത് നമ്മൾ ആദ്യത്തെ എന്നാ, കേരളം, പിന്നെന്താ, വള്ളം, നെല്ല്, തെങ്ങ്, ഇത്രയും പേജ് വെച്ചിട്ടുള്ള ഒരു ഡിക്റ്റേഷൻ, ചെറിയ ഡിക്റ്റേഷൻ എഴുതാനൊക്കെ ഉണ്ടാവും. എന്തേ ദേശിക? ഓ, ഇന്ന് ഹോംവർക്ക് നിങ്ങൾ അന്ന് തെങ്ങ്, മാങ്ങ ആണോ എഴുതിയത്? അല്ല, തേങ്ങ വരെ എഴുതിയോ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏത്? അങ്ങ്, ഇങ്ങ്, പൊങ്ങി, പൊങ്ങി 3 എണ്ണം എഴുതിയാ മതി. ഏതായാലും 3 എണ്ണം എഴുതിയാ മതി. അപ്പൊ അത് 2 ലൈൻ ബുക്കിൽ നല്ല നീറ്റായി എഴുതണേ. അങ്ങും ഇങ്ങും എഴുതിയോ? എന്നാ അതിന്റെ തൊട്ട് ബാക്കിയുള്ള, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ, ഞങ്ങൾ, അല്ലെങ്കിൽ പൊങ്ങി, പൊങ്ങി, താങ്ങി, താങ്ങി എല്ലാം എഴുതി പഠിക്കണം. അപ്പൊ നമുക്കൊരു ഡിക്റ്റേഷൻ ഇടാം അല്ലേ അടുത്ത ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഡിക്റ്റേഷൻ ഉണ്ടാവും. എല്ലാവരും പഠിക്കണം എഴുതാനേ. കുറച്ച് കുഞ്ഞു ചെറിയതേ ഉണ്ടാവൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പാഠം 2, വെള്ളം. എന്താ പാഠം 2? വെള്ളം. വെള്ളം എല്ലാവർക്കും അറിയോ? വാട്ടർ അല്ലേ, വാട്ടർ, വെള്ളം അറിയാലോ. ഫസ്റ്റ് പാഠം കേരളായിരുന്നു. ഇതെന്താ? വെള്ളം. വെള്ളം. All of you take your slate എടുത്തേ. നോക്കിയേ, ഒന്ന് എഴുതി നോക്കിയേ. വെള്ളം. വെള്ളം എങ്ങനെ എഴുതുക? ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വാക്ക് ചിഹ്നം ഇടുക. വെള്ളം നമ്മൾ പഠിച്ചു. അതിന്റെ അനുസരണം ഓക്കെ ഇട്ടേ. വെള്ളം, വെള്ളം. ഓക്കെ. എന്റെ ആദിത്യന് എഴുതുന്നുണ്ടോ മോനെ? ജോവിനും ജോയിലും എഴുതുന്നുണ്ടോ? നോക്കുന്നുണ്ടേ, എഴുതുന്നുണ്ടോ? എല്ലാ അയാൻ വിദേശേ എന്റെ ഇവിടെ അടങ്ങിയിരിക്കുന്നേ? എഴുതുന്നുണ്ടോ മോൻ? ഓക്കേ. അപ്പൊ അയാൻ എഴുതിയ മോനെ ഇതാ വെള്ളം. അലൻ ജോസഫ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? വെള്ളം. അപ്പൊ പിന്നെ ആരാ എഴുതിയേ? ഇഷികാരാജ് എഴുതിയിട്ടുണ്ട്, ആരവ് എഴുതിയിട്ടുണ്ട്, അനുക്ക സുനീഷ്, അശ്വിനിയാർ, പിന്നെ ആരാ എഴുതിയത്? ഓക്കെ, ഹാദിയ റാഷിദ് എഴുതി. സൂപ്പർ എഴുതുന്നുണ്ടല്ലോ അല്ലേ? നല്ല എഴുത്താണല്ലോ എല്ലാവരെയും. അൻവിതാക്ക് എഴുതിയിട്ടുണ്ട്, സാവിയോ ജോയി എഴുതിയിട്ടുണ്ട്. ആരാ? നാസാമറി എഴുതിയല്ലേ മോളെ? ഓക്കെ, ആദിത്യനൂപ് എഴുതി. നെക്സ്റ്റ് അൻവിത എഴുതിയോ മോളെ? അയാൻ എഴുതിയോ? ജോയൽ എഴുതി. ഓക്കെ, ജോവിൻ എഴുതിയോ? ജോവിനും ജോയൽ ആരോ ഒരാൾ എഴുതി. അക്ബറ എഴുതി, മുഹമ്മദ് മുഫ്താസിം എഴുതി. പിന്നെ ആരാ? ഓക്കെ, ദേവർഷ, അനാമിക. ഓക്കെ, സൂപ്പർ. എല്ലാവരും വെള്ളം എഴുതിയല്ലേ? വെള്ളം. ഓക്കെ, സൂപ്പർ.
അപ്പോ നമ്മൾ ഇന്ന് വെള്ളം പഠിച്ചു അല്ലെ, വെള്ളം നീരാൻ പഠിച്ചു. അപ്പൊ അതിന് താഴെ ഒരു പാട്ടുണ്ട്, ചൊല്ലാം രസിക്കാമുണ്ട്. എന്നേ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. എന്താണ്? വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ അല്ലേ? വെള്ളം വെള്ളം സർവത്ര ഒന്ന് പാടി നോക്കിയ മിസ്സിനൂടെ. തുള്ളി കുടിക്കാനില്ലത്രേ. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെന്താ? പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയാം അല്ലേ? ഓക്കേ. എന്താ വെള്ളം നമ്മൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? വെള്ളത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അത് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ? വെള്ളം നമ്മൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? ആര് പറയും? അലൻ പറയുന്നുണ്ട്, കൈകൊണ്ട് കാലുണ്ടാങ്ങിയോ അല്ലേ? പ്ലീസ് അൺമ്യൂട്ട് അലൻ. കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്തിനാ? അലക്കാൻ, കുടിക്കാനും ഉപയോഗിക്കും, കുളിക്കാൻ ഉപയോഗിക്കും, അലക്കാൻ ഉപയോഗിക്കും. പിന്നെന്തിനൊക്കെ വേണം? ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളം വേണം അല്ലേ? അപ്പൊ നമുക്ക് വെള്ളം വളരെ വളരെ അത്യാവശ്യമാണ് അല്ലേ? ഓക്കേ. അപ്പൊ വെള്ളം എല്ലാവർക്കും അറിയാം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോ വെള്ളം നമുക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് അല്ലേ? അപ്പൊ വെള്ളത്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്ത്? വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. അപ്പോ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് എന്ത്? വെള്ളം അല്ലേ? വാട്ടർ. ഓക്കെ. അപ്പോ ജീവന്റെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് എന്ത്? വെള്ളം അല്ലേ? നമുക്ക് ദാഹിച്ച് ഒരിഞ്ഞ് 2-3 ദിവസം നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലോ നമ്മൾ ചത്തുപോകും അല്ലേ? ഓക്കെ. അപ്പൊ വെള്ളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? പിന്നെന്താ? ജീവന്റെ നിലനിൽപ്പിന് വെള്ളമില്ലാതെ പറ്റുന്ന കാര്യമല്ലേ? പറ്റേയില്ല അല്ലേ? അപ്പോ നെക്സ്റ്റ്, തുള്ളി വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ അല്ലേ? എന്താ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ദാഹത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നതാണ് ആ വാക്കുകൾ അല്ലേ? അപ്പോ വളരെ അത്യാവശ്യമാണെന്ന് അർത്ഥം വെള്ളം. വെള്ളം അതുകൊണ്ട് നമ്മൾ ഒട്ടും പാഴാക്കിക്കൂടാ. വെള്ളം ഇങ്ങനെ പൈപ്പൊക്കെ തുറന്ന് വെച്ച് കുട്ടികൾ ഇങ്ങനെ കളയുന്നതാണ് അല്ലെ? അപ്പൊ അതൊരിക്കലും ചെയ്യരുത് അല്ലേ? വളരെ വളരെ വിലപ്പെട്ടതാണ് അല്ലേ വെള്ളം? അതുകൊണ്ട് നിങ്ങള് വേസ്റ്റ് വാട്ടർ, ഒരിക്കലും നമ്മള് വെള്ളം കളയരുതല്ലേ? വെറുതെ പാഴാക്കി കളയരുത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ വെള്ളമൊക്കെ എവിടെയൊക്കെയാ നമ്മൾ കാണുക? വെള്ളം നമ്മളെ വീട്ടിലിപ്പോ എങ്ങനെയാ വെള്ളം കുടിക്കാൻ എടുക്കുന്നത്? തോടുകളിലുണ്ടാവും, പുഴകളിലുണ്ടാവും അല്ലെ? കിണറുകളിലുണ്ടാവും. പിന്നെയോ കിണറുണ്ടാവും അല്ലെ? ചില വീട്ടില് കുഴൽ കിണറുണ്ടാവും, കുളങ്ങളുണ്ടാവും അല്ലെ? അപ്പൊ വെള്ളം എവിടെയൊക്കെയാ കാണുക? ഓക്കെ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കാണും അല്ലെ? പിന്നെ അപ്പൊ കിണർ, കുളം, അരുവി, തോട്, പുഴ, കായൽ, കടൽ, ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും അല്ലെ? ഇതൊക്കെ നിങ്ങൾ കുറെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാലോ. അപ്പൊ നേരെ നെക്സ്റ്റ് പേജിലുണ്ട് കിണർ അല്ലേ? കിണറുണ്ട്, കുളമുണ്ട് അല്ലേ? കണ്ടോ എല്ലാവരും? കിണർ, കുളം. എങ്ങനെ കിണറിന് എഴുതുവാന്നുണ്ട് അതില്? കിണർ, കുളം അല്ലേ? എന്നാ വായിച്ചു നോക്കിയേ. കിണർ, ഏത്? മഴ പെയ്തു അല്ലേ? താഴെയുള്ളത് മഴ പെയ്തു, കിണർ നിറഞ്ഞു, കുളം കവിഞ്ഞു അല്ലേ? കുളം
കവിഞ്ഞു. മഴ പെയ്തു. മഴ പെയ്ത് ഇപ്പൊ പെയ്യാറുണ്ടല്ലേ? മഴ പെയ്തിട്ട് കുളമൊക്കെ നിറഞ്ഞു അല്ലെ? ചിലതൊക്കെ തോടൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഉണ്ടല്ലേ തോട്ടിലൊക്കെ ഇപ്പൊ മഴ പെയ്തിട്ട്. അപ്പൊ മഴ പെയ്തു, കിണർ നിറഞ്ഞു, കുളം കവിഞ്ഞു അല്ലേ? അപ്പൊ അതിന് തൊട്ടിപ്പുറം എന്ത് എഴുതണം? മഴ. മഴ പെയ്തു. പെയ്തു എന്നിട്ടൊരു അതിന് തൊട്ട് മുമ്പ് ഒരു ഡാഷ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം നമ്മള്? മഴ. മഴ എന്ന് എഴുതണം. മഴ. തൊട്ടപ്പുറം ഉണ്ട് ചുവന്ന കളറിൽ എഴുതി, ചുവന്ന കളറിൽ എഴുതിയിട്ടുണ്ട് എന്ത്? മഴ. അതെടുത്ത് ഇവിടെ എഴുതിയേ മഴ. മഴ പെയ്തു. മഴ പെയ്തു. പിന്നെയോ കിണർ നിറഞ്ഞു. കിണർ നിറഞ്ഞു. കുളം കവിഞ്ഞു. എഴുതിയേ? അപ്പൊ മഴ എഴുതണം, കിണർന്ന് എഴുതണം, കുളം എഴുതണം. അപ്പൊ അത്ര മതി നമുക്കിന്ന് അല്ലേ? എഴുതി എല്ലാവരും? മഴ, കിണർ, കുളം എഴുതി എല്ലാവരും? ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണേ. എല്ലാവരും ഈ ഓൺ ടൈമിൽ തന്നെ എഴുതണം, ക്ലാസ് ടൈമിൽ തന്നെ എഴുതണം. പെൻസിൽ കൊണ്ട് നല്ല നീറ്റിൽ എഴുതണം. ഓക്കെ. മഴ, കിണർ, കുളം. ഫിനിഷായി എല്ലാവർക്കും? എഴുതി കഴിഞ്ഞ എല്ലാവർക്കും? എഴുതിയവര്? ഓക്കെ. അമാൻ മാധവ് എഴുതി. അപ്പോ എഴുതിയല്ലേ? കിണർ, അലൻ എഴുതി കഴിഞ്ഞു, അനാമിക എഴുതി കഴിഞ്ഞു. എല്ലാവരും ഇവിടെ ആരാ? നാസാമറിയാണോ കരയുന്നത്? എന്ത് പറ്റി? അയ്യോ, ആരാ പറഞ്ഞ മോളാ? എന്തിനാ കാര്യം? നല്ല സൂപ്പർ മുടിയൊക്കെ റായെല്ലാം വെച്ചാൽ സൂപ്പറിൽ കെട്ടിയിട്ട് സുന്ദരി ആയിട്ടുണ്ട്. പിന്നെ എന്തിനാ കരയുന്നേ നാസ? അമ്മ വഴക്ക് പറഞ്ഞോ മോളാ? എഴുതിയോ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, മിസ്സിനെ നോക്കിയേ. അയ്യോ, നല്ല മോളായിരുന്നു ആദ്യം വന്നേരം അല്ലേ? നാസക്കുട്ടിക്ക് എന്താ വേണ്ടേ? നാസ എന്താ വേണ്ടേ? നാസ പ്ലീസ് അൺമ്യൂട്ട്. നാസ എന്ത് പറ്റി നാസക്ക്? പറഞ്ഞേ, എന്തിനാ ചോദിച്ചത്? ടീച്ചർ വിളിക്കുന്ന എന്തിനാ കരയുന്നേ? ടീച്ചറിനോട് കൂട്ടില്ല? അപ്പൊ നാളെ നമുക്ക് പിണക്കൊക്കെ മാറ്റാല്ലേ? നല്ല മോളായിട്ട് ക്ലാസ്സിലിരിക്കണ്ടേ? നല്ല കുട്ടിയായി ഇരിക്കുന്നുണ്ടായല്ലോ. എന്ത് പറ്റി? പാട്ട് പാടാനിട്ടാണോ? ഓ, അത് കുഴപ്പമില്ല, നമുക്ക് ഇറേസർ കണ്ടുപിടിക്കാം കേട്ടോ. അത് ക്ലാസ് കഴിഞ്ഞ് എടുത്തു തരുവേ. അപ്പൊ നമ്മുടെ ടൈം